എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BCom BBA സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കോറിലേഷൻ. QT എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ കോമൺ ഏരിയ ആണ് കോറിലേഷൻ. കോറിലേഷനിൽ നിന്നും പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കുന്ന രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒന്ന് റാങ്ക് കോറിലേഷനും മറ്റൊന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനുമാണ്. എന്നാൽ 5 മാർക്കിനൊക്കെ എപ്പോഴുമില്ല, വല്ലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ. ആക്ച്വലി ഇത് സിമ്പിളാണ്. നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിലൂടെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം, കോറിലേഷൻ കണ്ടെത്താം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കൺകറൻറ്റ് ഡീവിയേഷൻ. Calculate coefficient of concurrent deviation from the following data. എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് 20, 25, 30, 15, 28, 32, 35, 17, 29. വൈ 30, 18, 25, 10, 30, 25, 15, 30, 27. ഇനി നമ്മൾ ഈ എക്സും വൈയും എഴുതിയതിന് ശേഷം ആദ്യത്തെ കോളം ഡി എക്സ് ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടത് കണ്ടോ? ഡി എക്സിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല. അടുത്ത അവിടെ പ്ലസ് ചിഹ്നം കണ്ടില്ലേ? അതായത് വാല്യൂ നോക്ക്. ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ 20 അല്ലേ? 20നേക്കാൾ അടുത്ത വാല്യൂ എടുക്കുക. 25 അല്ലേ? അപ്പോൾ 20നേക്കാൾ കൂടിയില്ലേ 25? അപ്പോൾ പ്ലസ് ഇടുക. അടുത്തത് നോക്ക്, 30 25നേക്കാൾ കൂടുതൽ കൂടിയില്ലേ 30? അപ്പോഴും പ്ലസ് ഇടുക. അടുത്ത വാല്യൂ 15 അല്ലേ? അപ്പോൾ 30നേക്കാൾ കുറവല്ലേ 15? അപ്പം മൈനസ് ഇടുക. അടുത്തത് 28 അല്ലേ? 15നേക്കാൾ കൂടിയില്ലേ 28? അപ്പോൾ പ്ലസ് ഇടുക. അടുത്തത് 32 അല്ലേ? 28നേക്കാൾ കൂടിയില്ലേ 32? അപ്പോൾ പ്ലസ് ഇടുക. അടുത്തത് 35 അല്ലേ? 32നേക്കാൾ കൂടി 35? അപ്പോൾ പ്ലസ് ഇടുക. അടുത്തത് 17 അല്ലേ? 35നേക്കാൾ കുറഞ്ഞില്ലേ 17? അപ്പോൾ മൈനസ് ഇടുക. അടുത്തത് 29 അല്ലേ? 17നേക്കാൾ കൂടിയില്ലേ 29? അപ്പോൾ പ്ലസ് ഇടുക. അങ്ങനെ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് പ്ലസും മൈനസുമാണ് ഇടേണ്ടത്. അതേപോലെ തന്നെ അടുത്ത കോളം ഡി വൈ ആണ്. ആദ്യത്തതിലൊന്നും ഉണ്ടാവില്ല. അടുത്തതിൽ നോക്ക്, 30നേക്കാൾ കുറഞ്ഞില്ലേ 18? അപ്പോൾ മൈനസ് ഇട്ടു. 18നേക്കാൾ കൂടി 25? അപ്പോൾ പ്ലസ് ഇട്ടു. 25നേക്കാൾ കുറഞ്ഞു 10? മൈനസ് ഇട്ടു. അടുത്തത് 30 10നേക്കാൾ കൂടുതലാണ്, പ്ലസ് ഇട്ടു. അടുത്തത് 25 30നേക്കാൾ കുറവാണ്, മൈനസ് ഇട്ടു. അടുത്തത് 15 25നേക്കാൾ കുറവാണ്, വീണ്ടും മൈനസ് വന്നു. അടുത്തത് 30 അപ്പോൾ 15നേക്കാൾ കൂടി പ്ലസ് ഇട്ടു. അടുത്തത് 27 30നേക്കാൾ കുറഞ്ഞു, മൈനസ് ഇട്ടു. ഇനി നമ്മൾ കാണേണ്ടത് ഡി എക്സ് വൈ ആണ്. ആദ്യത്തെ കോളത്തിന് ഉണ്ടാവില്ല. അടുത്തത് ഡി എക്സും ഡി വൈയും ഇൻറ്റു ചെയ്യാം. അപ്പോൾ അത് നോക്കൂ, പ്ലസ് ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് ആയിരിക്കും. പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അങ്ങനെ നമുക്ക് ഇവിടെ ഡി വൈ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. എന്താണ് ഇക്വേഷൻ? ആർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡഡ് ബൈ n. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂസ്? 8. സി എന്ന് പറഞ്ഞാൽ എത്ര പ്ലസ് ഉണ്ടെന്നാണ്. ഡി എക്സ് ഡി വൈയിൽ എത്ര പ്ലസ്? ഏറ്റവും അവസാനത്തെ കോളത്തിൽ എത്ര പ്ലസ് ആണുള്ളത്? 3 പ്ലസ് ആണുള്ളത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ കോളത്തിൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 3 അല്ലേ? 2 ഇൻറ്റു 3 മൈനസ് n എത്ര വാല്യൂസ് ഉണ്ട്? 8 ഡിവൈഡഡ് ബൈ 8. ദെൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു 2 6 അല്ലേ? അപ്പോൾ 6 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8. വീണ്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 6 മൈനസ് 8 മൈനസ് ചെയ്താൽ മൈനസ് 2 ഡിവൈഡഡ് ബൈ 8. പിന്നെ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 8 എത്രയായിരിക്കും? മൈനസ് 0.25. ദെൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് 0.25. അപ്പം നമ്മൾ അതിൽ പ്ലസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മൈനസ് 0.5 കിട്ടും. ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഞാനിവിടെ ഹോംവർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.